ഷാനവാസ്. യെസ്. ഷാനവാസിനെ ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിക്കുകയാണ്. ഒരു പ്രാങ്ക്. ഓക്കെ. ഇന്ന് വൈകിട്ട് ഒരു ഫേക്ക് മിഡ് വീക്ക് എവിക്ഷൻ നടക്കും. അതിനായി ഒരു വോട്ടിംഗും ഉണ്ടാകും. യെസ്. അതിൽ ഷാനവാസ് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് കൂടുതൽ വോട്ട് ലഭിക്കുന്ന രീതിയിൽ മറ്റുള്ളവരിൽ ചിലരെ സ്വാധീനിക്കുകയും സഹായത്തിനായി ആരെയെങ്കിലും കൂടെ കൂട്ടുകയും ചെയ്യാം. എന്നാൽ എല്ലാവരോടും പറയണമെന്നില്ല. വോട്ട് കൂടുതൽ കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. 10 പേരിൽ 6 വോട്ടുകൾ കിട്ടിയാൽ ആ വ്യക്തി ഈ ഫേക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകും. എങ്കിലും ടാർഗറ്റ് ചെയ്യാൻ ഷാനവാസിന് പ്ലാൻ ഉണ്ട്. ഉണ്ടെങ്കിൽ ആരാണ്? ആദില ആയിരിക്കും സഹായത്തിനായി കൂടെ കൂട്ടുക. അക്ബർ. ഷാനവാസിന് ഒരിക്കൽ ചെയ്യാൻ കഴിയാതിരുന്ന സീക്രട്ട് ടാസ്കിന് പകരം ഇതൊരു സുവർണ അവസരമായി കാണുക. വ്യക്തമല്ലേ? വ്യക്തമാണ്. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അമ്മച്ചിയുടെ മോനെ കുറിച്ച് അധികമൊന്നും എന്നോട് ചോദിക്കരുത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവൻ കൊച്ചുകുഞ്ഞല്ല അമ്മച്ചി. വടക്കൻ വീട്ടിൽ തറവാട്ടിലെ അവനാ വലിയ കുഞ്ഞ്. ആരിന് കൊടുത്ത അതേ പണി സീക്രട്ട് ടാസ്ക്. പിന്നെ സഹായത്തിന് മിഡ് വീക്ക് എവിക്ഷൻ. നമ്മൾ 10 പേരിൽ 6 പേര് ഒരാളെ പേര് പറയണം. അത് കണ്ട ഫേക്കാണ്. 6 പേരുടെ പേര് പറയണം. 6 വോട്ട്. എനിക്ക് പറ്റുന്ന അബദ്ധം ഇനി വേറെ ആൾക്കാരോട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഡിസ്കസ് ചെയ്താൽ ഫുൾ ഫേക്കാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. സീക്രട്ട് ടാസ്ക് നമ്മൾ സക്സസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ലോണ് കിട്ടും. ഫുഡെന്ന് പറഞ്ഞാൽ ഞാൻ 4 കാലം ഒരു മിഡ് വീക്ക് എവിക്ഷൻ എന്ന സാധനത്തിൽ കയറ്റിയിട്ടുണ്ട്. ഇന്നൊരു എവിക്ഷൻ ഉച്ചയൊക്കെ വിളിക്കും. അപ്പോഴൊക്കെ നല്ല തീരുമാനം എടുത്തിട്ട് ഈ വീക്കിൽ ഒരാളെ മിഡ് വീക്ക് എവിഷനിലോട്ട് തട്ടണം. ആദിലാണ് മെഡിയേഷൻ. ഓക്കെയാണ്. ചിലപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് പുള്ളി ആദിലെന്ന് പറഞ്ഞത് നിന്റെ പേരാണെങ്കിലോ 6 വോട്ട്സ്. ഞാൻ ഗെയിം കളിക്കുന്ന ആളാണ്. ആണെന്നുണ്ടെങ്കിൽ ചോദിൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ സീക്രട്ട് അവ ടാസ്ക് പോലെ ചെയ്യാം. ഓക്കെ. പക്ഷേ സ്വാഭാവികമായിട്ടും സാധാരണ പോലെ തന്നെ ഇത് റിയലാണ്. അതായത് ഈ സസ്പെൻഷൻ റിയലാണ്. ഓക്കെയാണ്. നോമിനേറ്റ് ചെയ്യണത് ആദില തന്നെയാണ്. ഞാൻ പറയുന്നത് ആദിലയാണ്. ചൂസ് ചെയ്യുന്നത് ആദില തന്നെയാണ്. പട്ടായ ഗേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കളിക്കണം. ഗെയിമർ അല്ല. ഐ തിങ്ക് മെജോറിറ്റി വിത്ത് ആദില. സോ ബീങ് എ ഗെയിമർ ഞാൻ 100% ആദില. ആർക്കാണ് കൂടുതൽ വോട്ടുകൾ? എനിക്കാണ് ബിഗ് ബോസ്. ഈ 11ാം ആഴ്ചയുടെ അവസാനം മിഡ് വീക്ക് എവിക്ഷനിലൂടെ അതിലേക്ക് ബാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരാം. എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പ്രാങ്ക് ആയിരുന്നു. ബാക്കി വിവരങ്ങൾ ഷാനവാസ് പറയും. ഗംഭീരം. താങ്ക് യു ബിഗ് ബോസ്. ഏൽപ്പിച്ച ദൗത്യം മനോഹരമായി ചെയ്തു. താങ്ക് യു. അഭിനന്ദനങ്ങൾ.